ഒരേ സമയം മൂവ് ചെയ്യും എന്നാലും ഫ്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ഇങ്ങനെ ഒരു ഫ്രെയിം പകർത്തുന്നത് ഫോട്ടോഗ്രാഫിയിൽ രസമുള്ള കാര്യമാണ്. അതെങ്ങനെയാണെന്ന് അറിയാം. ഇത് നിങ്ങൾക്ക് ഫോണിൽ വരെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹായ്, ഫോട്ടോഗ്രാഫി സിമ്പിളാണെന്നുള്ള സീരീസിലെ 4ാം ഭാഗമാണിത്. ഞങ്ങളിതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് കൂട്ടായി? ഷട്ടറിനെ കുറിച്ച്. ഇത് എന്തിൻ്റെ ശബ്ദം എന്നറിയോ? കൂട്ടായി ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം ഏതാ? അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദങ്ങളിൽ ഒന്ന് ഈ ക്ലിക്ക് ചെയ്യുന്ന ശബ്ദമാണ്. നമ്മൾ ക്യാമറ ക്ലിക്ക് ചെയ്യില്ലേ, ആ ശബ്ദം ഷട്ടർ തുറന്നടയണേൻ്റെ. ഇപ്പോൾ ഷട്ടർ എന്താ ഷട്ടർ എന്ന് പറഞ്ഞാൽ? നമ്മൾ അണക്കെട്ട് ഉണ്ടല്ലേ, മലങ്കര അണക്കെട്ടൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയപ്പം അപ്പം അത് ഷട്ടർ തുറന്നാൽ വെള്ളം ഇങ്ങനെ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരും. ഷട്ടർ അടച്ചാൽ വെള്ളം നിൽക്കും. മനസ്സിലായോ? അതേപോലെയാണ് ഈ ക്യാമറ ബോഡിയിൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ലൈറ്റിന് ഒരു ഷട്ടർ ഉണ്ട്. ഇതിലേക്ക് എത്ര ലൈറ്റ് വരും എന്ന് കണക്കാക്കാൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു ലൈറ്റിനെ കൺട്രോൾ ചെയ്യുക, ലൈറ്റിനെ പകർത്തുക, ഇതൊക്കെയാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. ഈ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ 2 മെക്കാനിക്കൽ ഘടകങ്ങളാണ് ക്യാമറയിൽ പ്രധാനമായിട്ടുള്ളത്. അത് ലെൻസിൽ എന്താ ഉള്ളത്? നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ് അപ്പേർച്ചർ. ഈ ബോഡിയിലുള്ളതാണ് ഷട്ടർ. മനസ്സിലായോ? ഷട്ടറും അപ്പേർച്ചറും കൂടെയാണ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഷട്ടറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഷട്ടർ തുറന്ന് അടയുന്നതിൻ്റെ സ്പീഡാണ് ഷട്ടർ സ്പീഡ്. ഈ ഷട്ടർ സ്പീഡിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്രെയിമിൽ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കുന്നു. ഇതുവരെ ക്യാമറ ഉപയോഗിക്കാത്തവർക്ക് മനസ്സിലാവാൻ 2 ഉദാഹരണങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. 1 കറങ്ങണ ഫാന്, 2 ടാപ്പിൽ വെള്ളം. ഈ ടാപ്പ് ഉണ്ടല്ലോ ക്യാമറയുടെ ഷട്ടറാണെന്ന് കരുതുക, വെള്ളം ലൈറ്റാണെന്നും കരുതുക. അപ്പോൾ നമ്മളാണ് ഷട്ടർ തുറക്കുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണത്, അതായത് ഷട്ടർ സ്പീഡ്. നമ്മുടെ ഗ്ലാസ്സിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അപ്പോൾ നമുക്ക് വെള്ളം അത്ര ആവശ്യമില്ല. വെള്ളം അഥവാ ലൈറ്റ് നമുക്ക് ഒരു തുള്ളി മതി. അപ്പോൾ എന്ത് ചെയ്യും? ഷട്ടർ പെട്ടെന്ന് തുറന്നടയ്ക്കും. ഇതാണ് ഫാസ്റ്റ് ഷട്ടർ സ്പീഡ്. അപ്പോൾ ക്യാമറ കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ മുന്നേ പടം പിടിക്കും. ഇതിൻ്റെ റിസൾട്ട് കാണണോ? ഈ ഫാൻ കണ്ടില്ലേ? ഷട്ടർ സ്പീഡ് ഫാസ്റ്റ് ആക്കിയാൽ ഇങ്ങനെ ഫ്രീസായിട്ട് കിട്ടും. കൃത്യമായിട്ട് നമുക്ക് ലീഫുകൾ കാണാം. ഇനി ഷട്ടർ കുറച്ച് സ്ലോ ആക്കുക, അതായത് ടാപ്പ് കുറച്ച് നേരം തുറന്നു വയ്ക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം ഗ്ലാസ്സിൽ കയറും, അതേപോലെ കൂടുതൽ ലൈറ്റ് സെൻസറിലും കയറും. അപ്പോൾ ഫ്രെയിമിലെ വസ്തുക്കൾക്ക് കുറച്ചും കൂടെ മൂവ്മെൻറ്റ് വരും. അതായത് കുറേ നേരമാണുള്ളത് തുറന്നു വയ്ക്കുന്നത്. ഈ ഫാനിൻ്റെ ലീഫൊക്കെ അറിയാം, അത് ഓരോ ലീഫും അത്ര കൃത്യമല്ല, ആ മൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഗ്ലാസ്സിൽ ഒട്ടും വെള്ളമല്ല, അതായത് ക്യാമറ സെൻസറിലേക്ക് ഒട്ടും ലൈറ്റ് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കുറേ നേരം ഷട്ടർ തുറക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ വെള്ളം അഥവാ കൂടുതൽ ലൈറ്റ് സെൻസറിലേക്ക് വരും. അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ നേരം വരെയുള്ള മൂവ്മെൻറ്റ്സ് അത്രയും ക്യാമറ സെൻസറിൽ പതിയും. അതുകൊണ്ടാണ് ഈ ഫാനിൻ്റെ ലീഫ് ഇങ്ങനെ കാണുന്നത്, കറങ്ങുന്ന മൂവ്മെൻറ്റിൻ്റെ രീതിയിൽ കാണുന്നത്. പാല് പോലെ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ പടം കണ്ടില്ലേ, അതും കിട്ടുന്നത് ഈ സ്ലോ ഷട്ടർ സ്പീഡിലാണ്. ഫാനിനെ ഡിഫറെൻറ്റ് ഷട്ടർ സ്പീഡിൽ എടുത്ത ഫോട്ടോസ് നമുക്ക് നോക്കാം. ഇത് 1 സെക്കൻഡിന് 1000ൽ അംശം, അതായത് ഫാസ്റ്റ് ഷട്ടർ സ്പീഡ്. അത് കഴിഞ്ഞിട്ട് 1/60, അത് കഴിഞ്ഞിട്ട് 1/10. അപ്പോൾ ആ ഫാനിൻ്റെ ലീഫ് ഒന്നും കാണില്ല. ഇനി 1 സെക്കൻഡ് ലീഫ് ഒന്നും കാണില്ല, മാത്രമല്ല ആ ഒരു സ്മൂത്തായിട്ടൊരു വട്ടം മാത്രമേ കാണുന്നുള്ളൂ. കേട്ടോ? അപ്പേർച്ചർ കൊണ്ട് നമ്മൾ എന്താ വേറൊരു കാര്യം ചെയ്തത്? ഡെപ്ത് ഓഫ് ഫീൽഡിനെ കൺട്രോൾ ചെയ്യുക. ഷട്ടർ കൊണ്ട് എന്താ ചെയ്യാന്നറിയോ? ഒരു പടത്തിൻ്റെ വേഗം അതിനെ കൺട്രോൾ ചെയ്യുക. പടത്തിന് വേഗം ഉണ്ടോയെന്ന് വെച്ചാൽ വേഗമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉസൈൻ ബോൾട്ടൊക്കെ ഓടുക, അല്ലെങ്കിൽ ഒരു സ്പ്രിൻറ്റിൻ്റെ ലാസ്റ്റ് ലാപ്പ്, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ നിൽക്കുന്നല്ലേ, അതൊക്കെ ഹൈ സ്പീഡിലാണ് എടുക്കുക. നല്ല സ്പീഡ് വേണം, 1/400 1/200 എന്നൊക്കെ പറഞ്ഞുള്ള കണക്ക്. എന്നാൽ നമ്മളൊരു വെള്ളച്ചാട്ടം കാണുകയാണ്, അതിങ്ങനെ പാല് പോലെ ഇങ്ങനെ വരുന്ന വെള്ളച്ചാട്ടം കണ്ടില്ലേ, അപ്പോൾ അതെന്ത് ചെയ്യണം? ഷട്ടർ സ്പീഡ് കുറയ്ക്കണം. അങ്ങനെയാണ് ഷട്ടർ സ്പീഡ് ഫ്രെയിമിൻ്റെ വേഗം കൺട്രോൾ ചെയ്യുന്നത്. ഷട്ടർ സ്പീഡ് കൊണ്ട് കുറേ മാജിക് ഉണ്ട്. രാത്രി എയറിൽ നിങ്ങളുടെ പേരെഴുതാൻ പറ്റും, അതിനെ ലൈറ്റ് പെയിൻറ്റിംഗ് എന്നാണ് പറയുക. പിന്നെ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിൽ ഫ്രീസ് ചെയ്യണതും പാൻ ചെയ്യണതും എങ്ങനെയാണെന്നുള്ളത് അത് കാണിക്കാം. കേട്ടോ? അച്ഛൻ ചില പടങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ, വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോണ പടം, അതെങ്ങനെ എടുക്കാമെന്നറിയോ? നമ്മൾ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുക, എന്നിട്ട് ഷട്ടർ സ്പീഡ് 20 വയ്ക്കാന്ന് വെച്ചോ. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടിന്യൂസിലിട്ടിട്ട് ആ മൂവ് ചെയ്യണ ഒബ്ജക്റ്റില്ലേ, ഇപ്പോൾ ഒരു കാറാണ് ഇങ്ങനെ പോകണമെങ്കിൽ ആ കാറിൻ്റെ അതേ പാരലായിട്ട് ക്യാമറ ഇങ്ങനെ ഒറ്റ നീക്കിൽ നിൽക്കുക. അപ്പോൾ കാർ ഇങ്ങനെ ഷാർപ്പായി കിട്ടും, ബാക്കിയുള്ള ഇലകളൊക്കെ മൂവ് ചെയ്യണ പോലെ തോന്നും.
ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, നമ്മളൊരു കാറിനെ ഷൂട്ട് ചെയ്യുകയാണെന്ന് തന്നെ കരുതുക. ആ കാറിൻ്റെ തൊട്ടടുത്ത് പുല്ല് മരങ്ങൾ ഒക്കെ ഉണ്ടാവണം. ഒരു ഓപ്പൺ സ്പേസിലാണെങ്കിൽ നമുക്ക് അത്രയും പാനിങ് സുഖമായിട്ട് തോന്നില്ല. ഈ കുട്ടൻസ് ഫോൺ വഴി നിങ്ങൾക്ക് പരീക്ഷിക്കാം. അപ്പോൾ കുട്ടികളുടെയൊക്കെ നല്ല പാനിങ് ഷോട്ട്, നല്ല രസമുള്ള ഇമേജസ് കിട്ടും. അപ്പോൾ ഷട്ടർ സ്പീഡ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഏറ്റവും കുറവ് ലൈറ്റുള്ള സമയത്ത് കുറച്ച് ഷട്ടർ സ്പീഡ് വയ്ക്കുക. അതായത് ഷട്ടർ തുറന്ന് വയ്ക്കുക. നമ്മളെ ഗ്ലാസ്സിൽ പൈപ്പിൻ്റെ തുറന്ന് വെച്ചില്ലേ, അതായത് വെള്ളം ഒട്ടുമില്ല, വെള്ളം കൂടുതൽ നമുക്ക് വേണം. അപ്പോൾ അവന് നല്ല ദാഹമുണ്ട്, അപ്പോൾ അത് കുറേ നേരം തുറന്ന് വയ്ക്കണം. അപ്പോൾ അവന് ദാഹമൊന്നുമില്ല, വെള്ളം കുറച്ച് മതി. അപ്പോൾ പാവം എന്ത് ചെയ്യും, കുറച്ച് തുറന്ന് പെട്ടെന്ന് അടിക്കും. അതേപോലെയാണ് നല്ല ലൈറ്റ് ഉണ്ട്, അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഷട്ടർ കുറച്ചേ തുറക്കാറുണ്ടാവും. പിന്നെ കുറേ ഗുണങ്ങളുണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലട്ടറാന്ന് വയ്ക്കുക. ഈ പടം കണ്ടോ, ഞാൻ രാത്രി നോക്കുമ്പോൾ ഭയങ്കര മോശം ലൈറ്റിങ്ങും കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കടമ്പനിട്ടയിലെ ഒരു രൂപമായിരുന്നു. അപ്പോൾ ആ രൂപം ഇങ്ങനെ പന്തം കൊണ്ട് ഇങ്ങനെ ഓടും. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെയും എല്ലാം കണ്ടിട്ട് അയാളെ കാണുകയല്ല, മനസ്സിലാവുകയല്ല. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അത് പാൻ ചെയ്തു. എന്താ ഗുണം എന്നറിയോ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ആവും. എന്നിട്ട് നമുക്ക് നല്ല പെയിൻറ്റിങ് പോലെ കിട്ടും. ഇത്രയാണ് ഷട്ടർ സ്പീഡിനെ പറ്റി പറയാനുള്ളത്.